റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എവിടെയാണ്? എവിടെയാ സർ? സാധാരണ ഇതിൽ മോസ്കോയിലാണെന്ന് പറഞ്ഞു അല്ലേ, ക്രെംലിൻ ആയിരിക്കുമെന്ന് പറയും. പക്ഷേ ലോകം ഇപ്പോൾ ചോദിക്കുന്നു, കഴിഞ്ഞ 13 ദിവസമായിട്ട് പുടിനെ കാണാനില്ല. പുടിൻ്റെ ഒരു ചിത്രം വന്നിട്ടില്ല, പുടിൻ്റെ ഒരു വീഡിയോ വന്നിട്ടില്ല, പുടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ എന്തു പറ്റി പുടിന്? പുടിൻ അലാസ്കയിൽ ട്രംപുമായിട്ടുള്ള ഉച്ചകോടിക്ക് വന്നല്ലോ. ഉച്ചകോടിക്ക് വന്നതിന് ശേഷം പുടിൻ്റെ വിസർജ്യങ്ങൾ വരെ ഉൾപ്പെടെ അവർ തിരിച്ചു കൊണ്ടുപോയി. അത്തരം ടോയ്ലറ്റ്സ് ആകട്ടെന്ന്. അതായത് പുടിൻ്റെ ഒരു ശരീരവുമായി ബന്ധപ്പെട്ട ഒരു വിരലടയാളം പോലും ഒരിടത്തും പതിയാതിരിക്കാൻ ആ പ്രദേശങ്ങളൊക്കെ അവർ ക്ലീൻ ചെയ്തിരുന്നു. പുടിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് കുറേ കാലം മുമ്പും വാർത്ത വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ പുടിൻ എവിടെ എന്നുള്ള ചോദ്യം ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരികയാണ്. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ഒരു പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകരാണ്. മുൻ ആപ്പിൾ ഡെയിലി കോളമിസ്റ്റായ യാ സുഡ എന്ന് പറയുന്ന ഒരാൾ. അയാൾ ബീജിങ്ങിലെ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പുടിന് കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പുടിനെ കാണാത്തത്. അദ്ദേഹം പറയുന്നത് പുടിന് സെറിബ്രോ വാസ്കുലർ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. മോസ്കോയിൽ ഒരു വലിയ മെഡിക്കൽ എമർജൻസി ഉണ്ടായിട്ടുണ്ട്. സെറിബ്രോ വാസ്കുലർ എന്ന് പറഞ്ഞാൽ തലച്ചോറിനകത്ത് രക്തസ്രാവം ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടായിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് പുടിനെ സഹായിക്കാൻ വേണ്ടി ചൈനയിൽ നിന്നും വടക്കൻ കൊറിയയിൽ നിന്നും ഒരു സംഘം ഡോക്ടർമാരുടെ ഒരു സംഘം പോയിട്ടുണ്ട്. ചൈനയിലെ PLA 301 എന്ന് പറയുന്ന ഒരു ആശുപത്രി എന്ന് പറയാൻ പറ്റില്ല, ലോകത്തിലെ ഏറ്റവും ആധുനികമായ മെഡിക്കൽ സംവിധാനങ്ങളുള്ള ഒരു സ്ഥലമാണ് PLA, പീപ്പിൾസ് ലിബറേഷൻ ആർമി. ചൈനീസ് പട്ടാളത്തിൻ്റെ ഹോസ്പിറ്റലാണ്. അതിൻ്റെ പേര് PLA 301 എന്നാണ്. ഈ 301-ൽ ചികിത്സ കിട്ടുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ, ചൈനീസ് ഭരണകൂടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കാനും അവരുടെ ആരോഗ്യം പരിപാലിക്കാനും വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ഹോസ്പിറ്റലാണ് PLA 301. PLA 301-ലെ ചില ഡോക്ടർമാർ റഷ്യയിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബീജിങ്ങിൽ നിന്ന് ചൈനീസ് ആർമിയിലെ ഏറ്റവും മിടുക്കരായ ഏറ്റവും ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ സെലക്ട് ചെയ്ത് ഒരു 6 യുവ സൈനികരെ കൂടെ വിട്ടിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? അവരുടെ രക്തം A പോസിറ്റീവാണ്, പുടിന് രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നു. അതായത് ഈ ആപ്പിൾ ഡെയിലി കോളമിസ്റ്റിൻ്റെ വിശദീകരണത്തിൽ പിന്നെ പറയുന്നത് വടക്കൻ കൊറിയയിലെ ലോഞ്ചിവിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു വലിയ മെഡിക്കൽ സ്ഥാപനമുണ്ട്. അതായത് വടക്കൻ കൊറിയയിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നത് എങ്ങനെ ആയുസ് കൂട്ടാം, എങ്ങനെ മരിക്കാതിരിക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ലോഞ്ചിവിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടുത്തെ ഡോക്ടർമാരും പോയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നു. ഷാങ്ഹായ് ഉച്ചകോടിക്കിടയ്ക്ക് നടന്ന ഒരു ശ്രദ്ധക്കുറവിൻ്റെ ഒരു ചിത്രം, ഒരു വീഡിയോ ലോകത്ത് വൈറലായിരുന്നു. അതായത് കിം, വടക്കൻ കൊറിയൻ പ്രസിഡൻറ്റ്, ചൈനീസ് പ്രസിഡൻറ്റ്, റഷ്യൻ പ്രസിഡൻറ്റ്, 3 പേരുടെ നടന്നു പോകുമ്പോൾ ഇവരുടെ കോളർ മൈക്ക് ഉണ്ടായിരുന്നു. ഈ കോളർ മൈക്ക് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഓഫ് ചെയ്യാത്ത കോളർ മൈക്കിലൂടെ ലോകം കേട്ടെന്നറിയാം. എങ്ങനെ ആയുസ് കൂട്ടാം? ആയുസ് കൂട്ടാനുള്ള ആന്തരാവയവങ്ങളുടെ പരിപാലനം, അതിൻ്റെ റിജുവിനേഷൻ, മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചൈനയിലും കൊറിയയിലും ഒക്കെ നടക്കുന്നുണ്ട്. അതിന് എങ്ങനെ കൂടുതൽ കാലം ജീവിച്ചിരിക്കാം എന്നതിനെക്കുറിച്ച് ഈ ലോഞ്ചിവിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഗവേഷണങ്ങൾ, അവിടുത്തെ റിസൾട്ട് എന്നതിനെക്കുറിച്ചാണ് ഇവർ 3 പേരും സംസാരിച്ചത്. ഷാങ്ഹായ് ഉച്ചകോടി നടന്നിട്ട് 2-3 മാസം, ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ അവിടെ വെച്ച് ഇവർ പരസ്പരം സംസാരിച്ചത് ഇതിനെക്കുറിച്ചാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ലോഞ്ചിവിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാർ, PLA 301-ലെ ഡോക്ടർമാർ, ഒപ്പം 6 A പോസിറ്റീവ് രക്തമുള്ള ചൈനീസ് പട്ടാളക്കാരും മോസ്കോയിലേക്ക് പോയിരിക്കുന്നു എന്ന തരത്തിൽ ഇപ്പോൾ യാ സുഡായുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ കുറച്ചായിട്ട് ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഇതിനു മുമ്പും 2024 അഭ്യൂഹം വന്നിരുന്നു, പുടിൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. അതിനു മുമ്പ് 2015 ഇങ്ങനെ പുടിന് കാര്യമായ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു വന്നിരുന്നു. പക്ഷേ അന്നൊക്കെ വന്നതിനേക്കാളും കൂടുതൽ ആധികാരികത ഇപ്പോഴത്തെ റിപ്പോർട്ടിലുണ്ട്. കാരണം ഈ റിപ്പോർട്ടിൽ പറയുകയാണ്, ഇന്ന ആശുപത്രിയിൽ നിന്ന് ഇന്ന ആളുകൾ A പോസിറ്റീവ്. ഇപ്പോൾ പുടിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവാണെന്ന് പറഞ്ഞു. അതെ. അപ്പോൾ അത് A പോസിറ്റീവുള്ള 6 യുവ സൈനികരെ കൊണ്ടുപോയിട്ടുണ്ട്. ലോഞ്ചിവിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർമാർ പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആയുസ് നീട്ടിയെടുക്കാൻ ഉള്ള എന്തോ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു, രക്തം ഉൾപ്പെടെ കൊടുക്കാൻ. ഇപ്പം ഏറ്റവും ചെറുപ്പക്കാരുടെ, ഏറ്റവും ദൃഢഗാത്രരായ ചെറുപ്പക്കാരുടെ രക്തം. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതൊക്കെ കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും ഇതിനെ കൊണ്ടുകൂടെ? റഷ്യയിൽ ഈ സൗകര്യങ്ങളില്ലേ? ഉണ്ട്, റഷ്യയിലുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെയുള്ള സ്പെഷ്യാലിറ്റി, രഹസ്യാത്മകത
മനസ്സിലായില്ലേ? ഒരുപക്ഷം റഷ്യയിൽ പുടിനെ എതിർക്കുന്ന ഒരു നല്ല വിഭാഗമുണ്ട്. രാഷ്ട്രീയമായി പുടിനെ എതിർക്കുന്ന ആളുകൾ, പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ജയിലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പുടിനെതിരെ ഒരു കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ റഷ്യയിലുണ്ട്. പക്ഷേ പുടിൻ്റെ അധികാരത്തെ ഭയന്ന് അവരടങ്ങിയിരിക്കുകയാണ്. എന്നാൽ പുടിന് സുഖമില്ലാന്നൊരു വാർത്ത വന്നാൽ ഒരുപക്ഷെ രാജ്യത്തൊരു അട്ടിമറി ശ്രമം ഉണ്ടാവുമോ? ഒന്നാമത് സെലൻസ്കിയായിട്ട് ഉക്രൈനുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഏറ്റവും തൃപ്തികരമായ സംഗതി എന്ന് പറയുന്നത് പുടിന് വിശ്വസിക്കാവുന്ന മറ്റ് രാജ്യങ്ങളിലെ ആളുകളെ കൂട്ടുപിടിച്ച് ഒരു ചികിത്സ നടത്തുന്നതായിരിക്കാം. അത് ഒക്കെ കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റെം സെല്ലിൻ്റെ ഉപയോഗം അസ്ഥി മജ്ജയിൽ നിന്ന് എടുത്തിട്ട് അവയവങ്ങൾക്ക് ചികിത്സിക്കുന്ന, അങ്ങനെയാണ് സ്റ്റെം സെൽ ചികിത്സ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ദീർഘായുസ് നൽകുന്ന ചികിത്സ, ഇതിനൊക്കെ PLA 301 പ്രശസ്തമാണ്. അതുപോലെ ഈ ലോഞ്ചിവിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ രഹസ്യ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അപ്പോൾ പുടിനെ സംബന്ധിച്ച് ഇപ്പോൾ ലോകം വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. യുദ്ധം, ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇറാന് പരോക്ഷമായി അല്ലെങ്കിൽ ഏതാണ്ട് പ്രത്യക്ഷമായി തന്നെ പിന്തുണ നൽകുന്ന ഒരു രാജ്യമാണ് റഷ്യ. അതോടൊപ്പം തന്നെ റഷ്യയുടെ എണ്ണക്കപ്പലുകൾ, എണ്ണയുടെ പേരിലുള്ള ചില പ്രശ്നങ്ങൾ, റഷ്യൻ എണ്ണയുമായിട്ട് പോയിട്ടുള്ള ചില കപ്പലുകൾ കഴിഞ്ഞ ദിവസവും അമേരിക്ക പിടിച്ചെടുത്തു. റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രതികരണവും വന്നിട്ടില്ല. അപ്പോൾ വല്ലാത്തൊരു മൗനം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പുടിനെ കാണുന്നില്ല. അപ്പോൾ രാഷ്ട്ര നേതാക്കന്മാർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതേ പ്രശ്നം കാണാറുണ്ട്. എവിടെ പോയി? ഷീയെക്കുറിച്ച് ചോദിച്ചു. കുറച്ചായിട്ട് ഷീയെ കാണുന്നില്ല, ഷീ മരിച്ചുപോയി, ഷീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബാക്കിയുള്ളവർ ഷീയെ പിടിച്ച് തടവിലിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് തിയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ പറയുന്ന പോലെ ജനാധിപത്യത്തിൻ്റെ ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്ത രാജ്യങ്ങളിൽ ഇത്തരം അഭ്യൂഹങ്ങളുണ്ടാകാം. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് നമുക്കറിയാം, പ്രധാനമന്ത്രി എവിടെയുണ്ടെന്നറിയാം, എന്നും അദ്ദേഹം പബ്ലിക് മീറ്റിങ്ങുകളുണ്ട്, ഏതെങ്കിലുമൊക്കെ ചാനലിലുണ്ടാവും, വാർത്തയിലുണ്ട്. പക്ഷേ അവിടെ അങ്ങനെ ഇവിടെയൊക്കെ വലിയൊരു ഉരുക്കുമറ നിലനിൽക്കുന്നത്. ഈ ഉരുക്കുമറയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ലോകം അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കഥകളും ഊഹാപോഹങ്ങളും ഉണ്ടാവും. സ്പെക്കുലേറ്റീവ് തിയറീസ്, സ്റ്റോറീസൊക്കെ ഒരുപാടുണ്ടാകുന്നു. പ്രത്യേകിച്ച് പുടിനെ പോലെ, ട്രംപിനെ പോലെ, ഷീയെ പോലെ, കിമ്മിനെ പോലെയുള്ള ആളുകളെ കുറിച്ചാകുമ്പോൾ അവരുടെ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് അറിയത്തില്ല. അപ്പം നോക്കൂ, നമ്മൾ ഒരാൾ വന്നിരുന്നാൽ ഇങ്ങനെ, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് എണീറ്റ് പോകുമ്പോഴത്തേക്ക് ഉടനെ എൻ്റെ സീക്രട്ട് ഏജൻറ്റുമാർ വന്നിട്ട് ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി എൻ്റെ ഒരു വിരലടയാളം പോലും ഇവിടെ അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുന്ന ആവശ്യവും നമുക്കില്ല. നമ്മുടെ പ്രധാനമന്ത്രി വന്നാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ പുടിൻ പോയാൽ അങ്ങനെയാണ്. പുടിനെക്കുറിച്ച് ആർക്കും ഒരു DNA പരമായി ഒരു കാര്യവും പുടിനെക്കുറിച്ച് അറിയരുത്. അമേരിക്കൻ പ്രസിഡൻറ്റിന് ഇത്തരം സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കാണുമായിരിക്കാം. പക്ഷേ പുടിൻ ഇക്കാര്യത്തിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരു രാഷ്ട്ര നേതാവാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇത്രയൊക്കെ ഇപ്പം ട്രംപിന് അസുഖമുണ്ട്. ട്രംപിൻ്റെ കയ്യിലൊക്കെ ഈ ചുവന്ന നിറത്തിൽ രക്തം കട്ട പിടിച്ച് കിടക്കുന്ന പോലെയുള്ള പ്രശ്നമുണ്ട്. ട്രംപിൻ്റെ ആയുസ് തീരാറായി എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അത് വിസിബിളാണ്. ട്രംപിൻ്റെ അസുഖം, ഈ രക്തം കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പുടിനെ കാണുമ്പോൾ പുടിൻ ഭയങ്കര ആരോഗ്യവാനാണ്. പിന്നെ ജൂഡോ ബ്ലാക്ക് ബെൽറ്റാണ്. അതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ലോകം ഇത്രയും സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യയുടെ അഭിപ്രായം പറയേണ്ട സ്ഥലത്ത് പറയേണ്ട ഘട്ടത്തിൽ പറയാതിരിക്കുമ്പോൾ സംശയം സ്വാഭാവികമാണ്. ലോകം ഇപ്പോൾ പുടിൻ എവിടെ പോയിരിക്കുന്നു എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം ചില സ്പെക്കുലേറ്റീവ് സ്റ്റോറികൾ, കോൺസ്പിറസി സ്റ്റോറികളൊക്കെ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുടിനെക്കുറിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. എനിക്കൊന്ന് മറ്റ് മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഇങ്ങനെ ഒരു വാർത്തയുണ്ട്. നമ്മളത് കണ്ടു, നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നു. ഇങ്ങനെയും ചിലതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ഈ ചാനൽ വേണം കേട്ടോ. ഒന്ന് സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.